കർക്കിടക വാവിനോടനുബന്ധിച്ച് ഇരിട്ടി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിലും പുഴക്കടവുകളിലും വിശ്വാസികളുടെ വലിയ തിരക്കായിരുന്നു. കീഴൂർ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയത്. ബലിതർപ്പണത്തിനായി ബാബലി പുഴക്കടവിൽ വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വായത്തൂർ കാലിയാർ ക്ഷേത്രം, പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം, കാഞ്ഞിരാമണ്ണ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ മലയോരത്തെ നിരവധി ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ഇരിട്ടി ശ്രീനാരായണ ഗുരുമന്ദിരത്തിലും പ്രത്യേക ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. പുലർച്ചെ മുതൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വിശ്വാസികൾ എത്തിയതോടെ മേഖലയിൽ ആത്മീയ അന്തരീക്ഷം നിറഞ്ഞു നിന്നു. ചെറുവിരല് രണ്ടാമത്തെ വിരല്, മോതിര വിരല്, നടുക്കുവിരലല്ല, അതിന്റെ അപ്പുറത്തെ വിരല്, നടുവിരലല്ല, അതിന്റെ അപ്പുറത്ത് അതുണ്ട്. അമ്മമാർക്ക് ഉണ്ടാവില്ല. ശരി, അതിനെ കൊണ്ട് ആ പൊത്തിപ്പിടിക്കുക. അവിടെ ആ അദ്ദേഹത്തോട് പറഞ്ഞേ, ആ മോതിര വിരല് മറ്റേ എന്നിട്ട് നേരെ നിന്നോളൂ. ആ ഗ്ലാസ് എടുത്തിട്ട് കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ഗംഗാദ്യാ സർവതീർത്ഥാഃ സന്നിഹിതാ സന്തു. ആ ഇലയിലേക്ക് ഒന്ന് വെള്ളം തെളിച്ച് കഴിയുക. അതൊന്ന് തെളിച്ച് വൃത്തിയാക്കുക. ഇനി നമുക്ക് അതിലെ മുറിച്ച പുല്ലുണ്ട്. ആ കെട്ടുള്ള പുല്ല് അവിടെ വെച്ച്, കെട്ടില്ലാത്ത മുറിച്ച പുല്ലുകളില്ല എല്ലായിടത്തും അതൊന്ന് വെള്ളം തെളിച്ച് ശുദ്ധീകരിച്ച് ആ ഇലയിൽ നമ്മൾ കെട്ടില്ലാത്തത് മാത്രം എടുക്കുക. അതായത് പിതൃക്കളെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആവാഹിച്ച് ഇരുത്താനുള്ള ഇരിപ്പിടമായിട്ടാണ് സങ്കല്പം. ഇനി അതിലൊരു ആ ഇരിപ്പിടം വൃത്തിയാക്കാൻ ശുദ്ധീകരിക്കും. ചന്ദനം എടുത്തിട്ട് 3 തവണ തെളിക്കുക. പുഷ്പം എടുത്തുകൊണ്ട് ആരാധിക്കും. ആ ഗ്ലാസ്സിൽ ചെറുപുളി അത് കഴിഞ്ഞാൽ ആ കെട്ടുള്ള പുല്ല് കെട്ട് മുകളിലേക്ക് വേണ്ട. നമ്മൾ കൈ തൊഴുത് പിടിക്കും പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളെ മാതാപിതാക്കളെയും ഗുരുവന്മാരെയും കൊണ്ട് ആക്കിയിട്ടുണ്ടാവും. ആ പിതൃക്കള് ഈ ദിവസം ഇവിടെ വന്ന് നമ്മൾ നൽകുന്ന ഈ വാവുബലി സ്വീകരിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദക്ഷിണ ഭാഗേ പരശുരാമ ക്ഷേത്രേ പിതൃപിണ്ഡം കരിഷ്യേ. അത് നേരത്തെ വെച്ച ഇലയുടെ മുകളിൽ തന്നെ, ആ ഇലയിലെ നേരത്തെ വെച്ച പുല്ലുണ്ട്, ആ പുല്ലിന്റെ മുകളിൽ തന്നെ വെക്കുക. നമ്മുടെ തീർത്ഥസ്ഥാനങ്ങളിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇത് ബാവലി തീർത്ഥമാണ്. പുഷ്പം, അതായത് പിതൃക്കൾ ആരായാലും വിളിച്ചു വരുത്തിയാൽ അവർ സ്വീകരിക്കുക. അവർക്ക് കാല് വീഴാനുള്ള വെള്ളം കൊടുക്കുക. അങ്ങനെയൊക്കെ പഴയ രീതി. അതുകൊണ്ട് ഈ ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ആരാധിച്ചു. അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അതുകൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അത് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാപ്പാക്കണമെന്നും നമ്മുടെ പറയുന്നത്. അപ്പോ ആ പ്രാർത്ഥനയോടുകൂടി ഏറ്റുചൊല്ലാം. അയമോദന കാമദുഃഖോസ്തു അനന്തോ. അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നോ അല്ലെ അമ്മ എന്നോ ഒരാളുടെ അല്ല, നമ്മുടെ പൂർവികന്മാരെ മുഴുവൻ ഇതിൽ ആവാഹിച്ച് അവർക്കാണ് നമ്മൾ ഈ ഒരു തർപ്പണം ചെയ്യുന്നത്. ഇനി നമ്മുടെ ജീവിതത്തില് വർഷാവർഷം മാതാപിതാക്കളുടെ മരിച്ച തിഥിയിലോ നക്ഷത്രത്തിലോ ചെയ്യുന്ന ശ്രാദ്ധകർമ്മം നമുക്ക് ഇന്ന് പലപ്പോഴും അനുഷ്ഠിക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതും ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് 3 തവണയായിട്ടാണ് നമ്മൾ തർപ്പണം ചെയ്യുക. ആദ്യം നമുക്ക് അച്ഛൻ, രണ്ടാമത് അമ്മ, അല്ലെങ്കിൽ ആദ്യം അമ്മ, രണ്ടാമത് അച്ഛൻ. അത് നമ്മുടെ മനസ്സിലിരിക്കുന്നത് പോലെ. മൂന്നാമതായിട്ട് നമ്മുടെ മുഴുവൻ പൂർവികന്മാർക്കുമായിട്ടുള്ള തർപ്പണം. അങ്ങനെ 3 തവണയായിട്ട് തർപ്പണം ചെയ്യും. ഇല്ലെങ്കിൽ ഒരു തവണ ഒന്നായി തർപ്പണം ചെയ്താൽ മതിയായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ എള്ളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിതൃക്കളുടെ പേര് പറയാം. ഇപ്പൊ ജനാർദ്ദനാണ്, ജനാർദ്ദന ദാസായ ഉപതിഷ്ഠതു. പിന്നെ ഭാർഗവി ആണെങ്കിൽ ഭാർഗവി ദായായി ഉപതിഷ്ഠതു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പോലെ തർപ്പണം ചെയ്യാം. പുല്ലിന്റെ മുകളിൽ എല്ലാ പിതൃക്കളെയും മനസ്സിൽ വിചാരിച്ച്, ഗുരുവന്മാരൊക്കെ മനസ്സിൽ വിചാരിച്ച് ഐശ്വര്യം ഉണ്ടാകും. മോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കൈലാസനാഥനും വിഷ്ണു ഭഗവാനും വൈകുണ്ഠനാഥനും കൈവിളക്ക് വെച്ച് ഇഷ്ട വഴിപാടുകൾ നേർന്ന്
സമിതി ഒരുക്കിയ ലഘുഭക്ഷണത്തിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണം വിട്ടുപോകാൻ പാടുള്ളൂ. നമുക്കറിയാം, വർഷത്തിൽ ഒരു തവണയാണ് കർക്കിടക വാവുബലി നമ്മൾ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായ കർമ്മമാണ് വാവലിപ്പുഴയിൽ കുളിക്കുക. അത്രയും പുണ്യമായ നദിയാണ് വാവലി. ആ വാവലിപ്പുഴയിൽ കുളിച്ച് ശങ്കരനാരായണന്മാരുടെ തിരുനടയിൽ, മഹാവിഷ്ണുവിനെയും മഹാദേവന്റെയും തിരുനടയിൽ പ്രാർത്ഥിച്ച് കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ജഗദീശ്വരന്മാരുടെ അനുഗ്രഹം വാങ്ങി ക്ഷേത്ര സമിതി ഒരുക്കിയ ലഘുഭക്ഷണത്തിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണം വിട്ടുപോകാൻ പാടുള്ളൂ. കുളിക്കടവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധയും ഓടുകൂടി ഇറങ്ങുക. നാരായണ മന്ത്രം ജപിക്കുക. നാരായണ നാരായണ നാരായണ. മണ്ണിൻ്റെ ഗ്ലോസ് പിടിക്കാൻ മതി ഒരു ഹൈവിഷൻ ന്യൂസ് ഇരട്ടി.